ഹായ്, ഞാൻ നിങ്ങളുടെ മിഥുൻ. എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും അറിയുന്നതിന് ഞാൻ ആദ്യമായി എഴുതിയ കഥയുടെ ഓഡിയോ ബുക്ക് നിങ്ങൾക്കായി ഞാൻ അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു. കഥയുടെ പേര് സൂപ്പർ ഗേൾ. ആദ്യ ഭാഗം കേട്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. താങ്ക് യു. അധ്യായം 1. ഒരു തണുത്ത പ്രഭാതം. കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന താഴ്വര. പച്ച പരവതാനി വിരിച്ച പോലെ പ്രകൃതി സുന്ദരമായിരുന്നു. അകലെയെങ്ങോ വെള്ളച്ചാട്ടത്തിന്റെ നേരിയ ശബ്ദം കേൾക്കുന്നുണ്ട്. ചീവീടുകളുടെ കാതടപ്പിക്കുന്ന ഇരമ്പൽ അവിടമാകെ മുഴങ്ങി. കാട്ടുപുല്ലുകൾ വളർന്നു നിൽക്കുന്ന വീതിയേറിയ മൺപാതയിലൂടെ ഒരു ജീപ്പ് അവിടേക്ക് അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. അതൊരു ചെറുപ്പക്കാരനായിരുന്നു. അയാൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കണം കഴുത്തിൽ മഫ്ലർ ചുറ്റിയിട്ടുണ്ട്. മുഖം പകുതി മറയുന്ന രീതിയിലുള്ള ഒരു കറുത്ത തൊപ്പിയും അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് വീലിൽ അയാൾ താളം പിടിച്ചു. അയാൾ വളരെ ആസ്വദിച്ചാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഒരു മൂളിപ്പാട്ടുമുണ്ടായിരുന്നു. ആക്സിലേറ്ററിൽ കാൽ ആഞ്ഞു ചവിട്ടി അയാൾ വണ്ടിയുടെ വേഗത വർദ്ധിപ്പിച്ചു. കാട്ടുവഴി ചെറുപ്പക്കാരന് നേരത്തെ സുപരിചിതമാണെന്ന് ഡ്രൈവിംഗിലുള്ള പാഠവും കണ്ടാൽ ആർക്കും മനസ്സിലാവും. അയ്യോ സോറി കേട്ടോ, അവിടെ അപ്പോൾ ആര് വരാനാ ഇതൊക്കെ കാണാൻ. ഗട്ടറുകൾ ചാടിയും ചരിഞ്ഞും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അയാളുടെ മുഖം ചുവന്നു തൊടുത്ത ഒരു ആപ്പിൾ പോലെ സുന്ദരമായിരുന്നു. ആ ചെറുപ്പക്കാരൻ വളരെ ചുറുചുറുക്കോടെ തന്റെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മഞ്ഞ് അവിടമാകെ പെയ്തിറങ്ങി റോഡിൽ ചെറിയ തടസ്സം സൃഷ്ടിച്ചു. ജീപ്പിന്റെ ഗ്ലാസിൽ ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു. അവൻ അത് തുടച്ചു കളഞ്ഞു. നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അയാൾ. സ്വന്തമായി ഏക്കർ കണക്കിന് ഏലകൃഷി അദ്ദേഹത്തിനുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഏലം. അദ്ദേഹത്തിന്റെ അച്ഛൻ നായർജി എന്നറിയപ്പെടുന്ന ജിതേന്ദ്രന്റേതാണ് ആ തോട്ടം. അദ്ദേഹം ഇപ്പോൾ മകൻ ജിഷ്ണുവിനെയാണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. ബിസിനസ് നാൾക്കുനാൾ വർദ്ധിക്കുന്നതിനാൽ എല്ലാം നോക്കി നടത്താൻ ജിക്ക് ഇപ്പോൾ സമയം കിട്ടാറില്ല. മകൻ പിള്ളേര് കളിച്ച് നടന്ന് തന്റെ സ്വത്ത് പാഴാക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ പരാതി പരിഗണിച്ചാണ് ജിഷ്ണു ഇപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്തത്. അതിന്റെ ഭാഗമായുള്ള യാത്രയിലാണ് ജിഷ്ണു ഈ വഴി വന്നത്. സാധാരണ ഇത്രയും റിസ്ക്കുള്ള വഴിയെ വരാനുള്ള മനസ്സ് ജിഷ്ണുവിനില്ല. ഇന്ന് ആരോടോ ഉള്ള ദേഷ്യം ഉള്ളിലൊതുക്കി വൈരാഗ്യം പോലെയാണ് അയാൾ ആ ജീപ്പ് ഓടിച്ചത്. തലേന്നത്തെ അച്ഛന്റെ വക ശകാരം. തന്റെ പെണ്ണിനെ ഒന്ന് കാണണമെന്ന് ജിഷ്ണുവിന് അതിയായ മോഹം. അവൾ നിത്യ, എസ്റ്റേറ്റ് മാനേജർ ശിവരാമന്റെ ഒറ്റ മകൾ. അമ്മ കാവേരി, നിത്യയുടെ ഇളയ അനുജൻ നിതിൻ എന്നിവരടങ്ങിയ ഒരു കൊച്ചു കുടുംബം. 2 വർഷം മുമ്പ് കൊറോണ കേരളത്തിൽ പടർന്നു പിടിച്ച സമയം. യാദൃശ്ചികമായി അവിടെ വന്ന് പെട്ടുപോയി ജിഷ്ണു. ഒരു പൈസ ഇടപാട്. ആ ദിവസം തന്നെ ലോക്ക്ഡൌൺ സർക്കാർ പ്രഖ്യാപിച്ചു. തിരിച്ചു പോകാൻ ഭാവിച്ച ജിഷ്ണുവിനോട് ശിവരാമൻ പറഞ്ഞു, മോൻ ഇന്ന് തന്നെ പോണോ? എല്ലായിടത്തും കൊറോണയാണ്. പകർന്നാൽ വീട്ടിൽ എല്ലാവർക്കും വരും. മുതലാളി നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. അവനോട് പറ പിടച്ചടച്ചിങ്ങി പോരണ്ടെന്ന്. ഒന്നാമതേ അമ്മയ്ക്ക് സുഖമില്ലാത്തതാ. അസുഖമായിട്ട് വന്നാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞു മുതലാളി, ശിവരാമൻ പറഞ്ഞു. എന്നിട്ട് ജിഷ്ണുവിനെ നോക്കി. ജിഷ്ണു പക്ഷേ മറുത്തൊന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞതല്ലേ, കൂടുതൽ റിസ്ക് എടുക്കണ്ട. അവനും അതാണ് വിചാരിച്ചത്. വാ മോനെ, മോന് താമസിക്കാൻ മുറിയില്ല ഞാൻ വൃത്തിയാക്കി, ശിവരാമൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷേ വിഷ്ണുവിന്റെ കണ്ണുകൾ മറ്റാരെയോ തിരയുകയായിരുന്നു അപ്പോൾ. പക്ഷേ അത് നിത്യെന്ന സുന്ദരിയുടെ പകുതി മറഞ്ഞ മുഖത്തിന് നേരെ തന്നെ പതിഞ്ഞു. തൊട്ടടുത്ത വാതിലിന് പിന്നിൽ നിന്ന് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ആ മനോഹരിയെ ജിഷ്ണു ഒന്നേ നോക്കിയുള്ളൂ. ശരീരത്താകമാനം രോമാഞ്ചം പോത്തു. മഞ്ഞിനേക്കാൾ അവളുടെ സാന്നിധ്യം അവൻ അപ്പോൾ ആഗ്രഹിച്ചിരുന്നതാണ്. തന്റെ ശരീരത്തിന് ചൂട് പകരാൻ. ശിവരാമന്റെ ശബ്ദം വളരെ അകലെ നിന്ന് കേൾക്കുന്ന പോലെ അവൻ കേട്ടു യാന്ത്രികമായി തലയാട്ടി. ശിവരാമൻ തിരിഞ്ഞു നടന്നു. ജിഷ്ണു വാതിലിന്റെ നേർക്ക് പിന്നെ നോക്കി. അപ്പോൾ അവിടെ അവളെ കാണാനില്ലായിരുന്നു. പക്ഷേ അവന് അവളുടെ സാമീപ്യം അടുത്തുണ്ടെന്ന പ്രതീതിയാണുണ്ടായത്. സുന്ദരി പെണ്ണെ, നീ എവിടെ വിളിച്ചാലും നിന്റെ മനസ്സ് നേടാതെ ഞാൻ ഈ എസ്റ്റേറ്റ് വിടില്ല, അവൻ മനസ്സിൽ ശബ്ദം ചെയ്തു. അപ്പോഴേക്കും ശിവരാമൻ കുറെ ദൂരെ നിന്ന് പിന്നെയും വിളിച്ചു, മോനെ കേറി വാ. ഒരു മൂടൽ മഞ്ഞ് അവനെ പൊതിയുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഏതോ സ്വപ്നത്തിൽ ഞെട്ടിയ പോലെ സ്ഥലകാല ബോധത്തിലേക്ക് ജിഷ്ണു തിരിച്ചു വന്നു. അപ്പോൾ അവൻ കണ്ടത് തന്റെ മുന്നിൽ ഒരു ചെമ്മൺ പാത.
ജീപ്പിനുള്ളിലാണ് താനെന്ന് അപ്പോഴാണ് അവൻ ഓർത്തത്. ജീപ്പ് ഒരു ഗട്ടറിൽ വീണ് വണ്ടിയിൽ നിന്ന് പാളി. അവൻ അറിയാതെ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി. ഒരു മുരൾച്ചയോടെ ജീപ്പ് നിന്നു. മുന്നോട്ടാഞ്ഞ അവൻ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചു. തന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് അപകടം വരാത്തതിൽ അയാൾ ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം പിടിച്ചു. ഹോ പിന്നെ ചിരിച്ചു. അപ്പോഴേക്കും ജീപ്പ് ഓഫായി കഴിഞ്ഞിരുന്നു. സ്വിച്ച് കീ അമർത്തി വണ്ടി വീണ്ടും സ്റ്റാർട്ടാക്കാൻ ഭാവിച്ചു ജിഷ്ണു. എഞ്ചിന്റെ മുരർച്ച. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം. അവൻ ഞെട്ടലോടെ തല ചെരിച്ചു. പിന്നെ വെളിയിലേക്ക് നോക്കി. അപ്പോൾ ആ ശബ്ദം കേൾക്കാനില്ല. സെക്കൻഡുകൾ പിന്നെയും. അല്പനേരത്തേക്ക് ഒരനക്കവും കേൾക്കാനില്ലായിരുന്നു. സ്വിച്ച് കീയിലേക്ക് കൈ നീണ്ടപ്പോൾ അതാ ആ ശബ്ദം വീണ്ടും. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അതൊരു പതിഞ്ഞ ഒച്ച പോലെ തോന്നി അവന്. വെള്ളം വെള്ളം. അങ്ങനെ ആരോ പറഞ്ഞതുപോലെ ജിഷ്ണുവിന് പിന്നെയും തോന്നി. അവൻ കൂടുതൽ ശ്രദ്ധയോടെ കാതു കൂർപ്പിച്ചു. ആകാംക്ഷയുടെ മുൾമനയിൽ നിന്ന ജിഷ്ണു പക്ഷേ ജീപ്പിൽ നിന്നിറങ്ങാൻ കൂട്ടാക്കിയില്ല. കാരണം വല്ല പിടിച്ചുപറിക്കാരും ആണെങ്കിലോ അത് വലിയ അബദ്ധമാകും. അവൻ കൂടുതൽ ചെവി അവിടേക്ക് കൂർപ്പിച്ചു. എന്നെ ഒന്ന് രക്ഷിക്കണേ, ഇവിടെ ആരുമില്ലേ? അതൊരു സ്ത്രീ ശബ്ദം പോലെ അവന് തോന്നി. ഇനി വല്ല ഇടിപിടി കേസുമായിരിക്കുമോ? അവൻ അങ്ങനെ ചിന്തിച്ചു. ഏയ് അല്ല, ഈ തണുപ്പത്ത് ഇങ്ങനെ വഴിയിൽ നിൽക്കില്ല. പെട്ടെന്ന് കുറച്ച് ഉറക്കെയായിരുന്നു ആ ശബ്ദം. അവൻ പിന്നെ കൂടുതൽ ചിന്തിച്ചില്ല. അതൊരു ദയനീയമായ കരച്ചിലായിരുന്നു. വേദന കൊണ്ട് പുളയുന്ന പോലെയുള്ള ഒരു പെൺകുട്ടിയുടെ ശബ്ദം. ജിഷ്ണു വേഗത്തിൽ ജീപ്പിന്റെ ഇടതുവശത്തുകൂടി നിരങ്ങി നീങ്ങി. പുറത്തേക്ക് കാലെടുത്ത് കുത്തി. അവൻ അവിടേക്ക് ഒന്നേ നോക്കിയുള്ളൂ. ഹോ! അവന്റെ തൊണ്ടയിൽ ഒച്ച കുരുങ്ങി. കുറച്ചു നേരത്തേക്ക് അവന് ചലിക്കാൻ പോലും സാധിച്ചില്ല. അത്രയും ഭീകരമായ കാഴ്ച അവൻ അതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതാ ചോരയിൽ കുളിച്ചൊരു സ്ത്രീ രൂപം. അത് നിത്യയായിരുന്നു. എന്ത് ക്രൂരമായ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അച്ഛൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. എത്ര ദുഷ്ടനാണ് അദ്ദേഹം. ഛേ! അവൻ വേഗത്തിൽ അവളെ എടുത്തുകൊണ്ട് ജീപ്പിൽ കിടത്തി ആശുപത്രിയിലേക്ക് പാഞ്ഞു. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നിത്യയുടെ ജീവൻ അവന് തിരികെ കിട്ടി. ഇതറിഞ്ഞു വന്ന ജിതേന്ദ്രൻ പക്ഷേ അവനോട് കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. നിത്യയെ നോക്കി അയാൾ കൈകൂപ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു. ഇരുവരും അയാൾക്ക് മാപ്പ് കൊടുത്തു. ജീവിത പാഠം ഇതാണ്. നമ്മളോട് ആരെങ്കിലും ഒരു ദ്രോഹം ചെയ്താൽ നമ്മൾ അവരോട് ക്ഷമിക്കുക. ദൈവം അവർക്ക് പിന്നീട് ഒരു ശിക്ഷ തീർച്ചയായും നൽകും.